നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചെറുതാഴം ഹനുമാരമ്പലത്തിന് സമീപം പ്രവർത്തിക്കുന്ന RSS കാര്യാലയമായ വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന് തീയിട്ടു. രാത്രി 2 മണിയോടെയായിരുന്നു ആക്രമണം. കുറ്റൂർ കണ്ണങ്ങാട്ട് പരിസരത്ത് വീട് കുത്തി തുറന്ന് മോഷണം. SV ഷാഫിയുടെ വീട്ടിൽ നിന്നും 20 പവനും 57,000 രൂപയും മോഷണം പോയി. സിറിയയിലും കാബൂളിലുമൊക്കെ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നവരെക്കാളേറെയാണ് കേരളത്തിലെ റോഡുകളിൽ ഓരോ വർഷവും പൊലിയുന്നത് എന്ന് ഐക്യരാഷ്ട്രസഭ ദുരന്ത ലഘൂകരണ വിഭാഗം മേധാവി ഡോക്ടർ മുരളി തുമ്മാരുകുടി. കാത്തിരിപ്പിന് വിരാമം. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് തുറന്നു. ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറയിലെ ആൾമറയില്ലാത്ത കിണറുകൾ സഞ്ചാരികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഈ കിണറുകൾക്ക് സംരക്ഷണ ഭിത്തികളോ വേലികളോ ഇല്ല. വിശദമായ വാർത്തകളിലേക്ക്. ചെറുതാഴം ഹനുമാരമ്പലത്തിന് സമീപം പ്രവർത്തിക്കുന്ന RSS കാര്യാലയമായ വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന് തീയിട്ടു. രാത്രി 2 മണിയോടെയായിരുന്നു ആക്രമണം. അകത്തുണ്ടായിരുന്ന TV, ഫർണിച്ചർ ഉൾപ്പെടെ മുഴുവനും കത്തിനശിച്ചു. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. തലശ്ശേരിയുടെ വിവിധ മേഖലകളിൽ വ്യാപക അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് BJPയുടെ ചെറുതാഴത്ത് പ്രവർത്തിക്കുന്ന കാര്യാലയം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന് നേരെ അക്രമമുണ്ടായത്. അകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീവയ്ക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. പാർട്ടിയുടെയും അതേപോലെ RSSന്റെ കാര്യാലയങ്ങളും അതേപോലെ സംഘപരിവാര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പ്രവർത്തകരെ നിരന്തരം ആക്രമിക്കുകയും തീവയ്ക്കുകയും ഓഫീസുകൾ തകർക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചെറുതാഴത്ത് ചെറുതാഴം തന്നെയുള്ള ഒരു കടയ്ക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ പശിയും മണ്ണും ഇട്ട് മൂടുകയും അദ്ദേഹത്തിൻ്റെ കടന്നപ്പള്ളിയിലൂടെ വീട് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതേപോലെ തന്നെ ഇന്നലെ കണ്ണപുരം ഇന്ന് പുലർച്ചെ ഈ കാര്യാലയം തീവച്ച് നശിപ്പിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അക്രമത്തിൽ ഓഫീസിനുള്ളിലെ ഉപകരണങ്ങളും ഫർണിച്ചറുകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഇത് 3ാം തവണയാണ് ഓഫീസിന് നേരെ അക്രമം ഉണ്ടാകുന്നത്. പ്രദേശത്ത് CPM പ്രവർത്തകർ തങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണെന്നും CPM നേതൃത്വം തന്നെയാണ് അക്രമത്തിന് പിന്നിലെന്നും BJP ഭാരവാഹികൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചെറുതാഴം RSS കാര്യാലയത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ CPMന് പങ്കില്ലെന്ന് പാർട്ടി പ്രാദേശിക നേതൃത്വം. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ബോധപൂർവമുള്ള ശ്രമമാണ് അക്രമത്തിന് പിന്നിലെന്നും BJP അവരുടെ പാർട്ടിക്കുള്ളിലെ തന്നെ അക്രമികളെ പരിശോധിക്കണമെന്നും MV രവി പറഞ്ഞു. ഒന്നിക്കിൽ BJP അവരുടെ ക്രിമിനലുകളെ പരിശോധിക്കണം, അല്ലെങ്കിൽ മറ്റ് ചില ടീമുകളെ പരിശോധിക്കണം. നമ്മളൊരു കുട്ടിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്തില്ല. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ അങ്ങേറ്റത്ത് സമാധാനത്തോട് ജീവിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ. അത് മാത്രമല്ല, ഏറ്റവും ഭൂരിപക്ഷം നമ്മുടെ രാഷ്ട്രീയമായി ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ശ്രമിക്കില്ല. നമുക്കൊരു 100 കണക്കിന് ഓഫീസുകളാണ് ഇവിടെ. ഇവർ ഈ ആകെ ഒരു ഓഫീസ് മാത്രമേ ഈ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലുള്ളൂ. 10 കസേല കത്തിച്ചിട്ട് നമുക്ക് എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അത്ര ഭീരുക്കളൊന്നുമല്ല നമ്മൾ. ഇനി അഥവാ രാത്രിയുടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രിയുടെ മറവിൽ നമ്മൾ പോകണം. പകല് തന്നെ നേരിട്ട് പോയിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ശക്തി നമുക്ക് ഇവിടെ ഇല്ലേ. നമ്മുടെ പാർട്ടിയുമായി ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് അസന്നിഗ്ധമായി ഇവിടെ പറയുകയാണ്. കുറ്റൂർ കണ്ണങ്ങാട്ട് പരിസരത്ത് വീട് കുത്തി തുറന്ന് മോഷണം. SV ഷാഫിയുടെ വീട്ടിൽ നിന്നും 20 പവനും 57,000 രൂപയും മോഷണം പോയി. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുറ്റൂർ കണ്ണങ്ങാട്ടെ സീറേവളപ്പിൽ ഷാഫിയുടെ വീട്ടിൽ നിന്നാണ് 20 പവനും 57,000 രൂപയും മോഷണം പോയത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4:30 ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നതായി കരുതുന്നത്. ഈ സമയത്ത് ഷാഫിയും കുടുംബവും മാതമംഗലത്തെ ആശുപത്രിയിലേക്ക് പോയതായിരുന്നു. വീടിന്റെ പിറകിലെ വാതിൽ കുത്തിത്തുറന്ന നിലയിലാണ് ഉള്ളത്. വീട്ടിനുള്ളിലെ 3 മുറികളിലായുള്ള അലമാരകളിൽ നിന്നായാണ് പണം കവർന്നതായി കരുതുന്നത്. അലമാരകളും മറ്റ് ഫേർണിച്ചറുകളും വലിച്ചിട്ട നിലയിലാണ്. പ്രദേശത്ത് ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു മോഷണ ശ്രമം നടക്കുന്നതെന്ന് പറയുന്നു. ഇന്ന് വൈകുന്നേരം 3:30 മണിക്ക് എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തുപോയി മാതമംഗലം ആശുപത്രിയിൽ പോയതാണ്. തിരിച്ച് 4:45 തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ ബാക്ക് വശം തുറന്നിട്ട് വീട്ടിലുള്ള സ്വർണ്ണങ്ങളും
പൈസയും മുഴുവനെടുത്ത് പോയിട്ടുള്ളത്. പിന്നെ ഏകദേശം 20 പവനും 57,000 രൂപ ആണിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. പട്ടാപ്പകൽ നാടിനെ നടുക്കിയ മോഷണശ്രമം നാട്ടുകാരിൽ ഭീതി ഉണർത്തിയിരിക്കുകയാണ്. പെരിങ്ങോം പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട് കുത്തിത്തുറന്നതറിഞ്ഞ് നിരവധി പേരാണ് ഷാഫിയുടെ വീട്ടിന് മുന്നിൽ തടിച്ചുകൂട്ടിയത്. അടുത്ത കാലങ്ങളിലൊന്നും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മോഷണ സംഭവങ്ങൾ ഉണ്ടായിട്ടുമില്ല. കൂടുതൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സിറിയയിലും കാബൂളിലുമൊക്കെ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നവരെക്കാളേറെയാണ് കേരളത്തിലെ റോഡുകളിൽ ഓരോ വർഷവും പൊലിയുന്നത് എന്ന് ഐക്യരാഷ്ട്രസഭ ദുരന്ത ലഘൂകരണ വിഭാഗം മേധാവി ഡോക്ടർ മുരളി തുമ്മാരുകുടി. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ കോളേജിൽ നടന്ന പ്രകൃതി ദുരന്തവും അതിജീവനവും എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ റോഡുകളിൽ ഒരു വർഷം 4000-ഓളം പേർ അപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. പയ്യന്നൂർ പെരുമ്പയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോകുന്നതിലും എളുപ്പം ഡൽഹിയിൽ നിന്നും കാബൂളിലേക്ക് പോകാനാണെന്ന് മുരളി തുമ്മാരുകുടി പറഞ്ഞു. ദുരന്തങ്ങളെ നമ്മൾ ഒരു തലമുറ കൊണ്ട് മറന്നുപോകുന്നു. എന്നാൽ യുദ്ധങ്ങളെ ചരിത്രത്തിന്റെ ഭാഗമാക്കി ഓർത്തുവയ്ക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്ന വൻ ദുരന്തങ്ങളെ നമ്മൾ പഠനവിധേയമാക്കുന്നില്ല. ദുരന്തങ്ങൾ മറ്റുള്ളവർക്ക് മാത്രം സംഭവിക്കുന്നതാണെന്നുള്ള പൊതുധാരണ നമ്മൾ മാറ്റേണ്ട സമയമായി. ദുരന്ത സാധ്യതകളെ മുൻകൂട്ടി കാണാനും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും നമ്മൾ പ്രാപ്തരാവണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള പരിശീലനം നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ അപകടങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രളയം പോലെയുള്ള ദുരന്തങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ പ്രളയത്തിൽ മരിച്ചത് എത്ര പേരാണ്? ഈ പ്രളയം മാത്രമല്ല, പ്രളയവും മണ്ണിടിച്ചിൽ ഉൾപ്പെടെ മരിച്ചത് 483 ആളുകളാണ് അതിൽ മരിച്ചത്. അതിനാണ് നമ്മൾ വലിയ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് നമ്മൾ പറയുന്നത്. ഒരു മാസം കേരളത്തിൽ അപകടങ്ങളിൽ മരിക്കുന്ന 700 ആളുകളാണ് ഒരു മാസം. ഓരോ പ്രളയത്തിന്റെയും ഏതാണ്ട് ഡബിൾ ആളുകളാണ് ഓരോ വർഷവും ഓരോ മാസവും മരിക്കുന്നത്. ഈ ആ പ്രളയത്തിന് ശേഷം പ്രളയത്തിന് 4-5 ഇരട്ടി ആളുകൾ ഓൾറെഡി കേരളത്തിൽ മരിച്ചു കഴിഞ്ഞു ഓരോ ദിവസവും നമ്മളുടെ ചുറ്റും. എന്ന് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ കാണുന്നതാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളുടെ ജീവനം തുടങ്ങേണ്ടത്. നമ്മൾ ജീവിച്ച് ഇരിക്കാതെ നമ്മൾക്ക് പിന്നെ ദുരന്ത നിവാരണത്തെ പറ്റി പറയാൻ പറ്റില്ലല്ലോ. എന്ത് തരം തയ്യാറെടുപ്പുകളാണ് വ്യക്തി ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മളുടെ വീട്ടിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, നമ്മൾ കോളേജിൽ വരുമ്പോൾ എല്ലാം സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇത് നമ്മൾ ഓരോ സമയത്തും ആലോചിച്ചിരിക്കേണ്ടതാണ്. കാരണം ദുരന്തം എന്നുള്ളത്, അപകടം എന്നുള്ളത് മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ഒന്നല്ല, നമ്മളെപ്പോലെ ഒട്ടും ചിന്തിച്ചിരിക്കാത്ത ആളുകൾക്ക് സംഭവിക്കുന്ന ഒന്നാണ്. ഈ വർഷം സെപ്റ്റംബറിൽ ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി ഇതുപോലൊരു സെമിനാർ നടത്തി. 100 ആളുകളുണ്ടായിരുന്നു. PRD ആണ് ഓർഗനൈസ് ചെയ്തത്. ഞാൻ അവരോടൊരു നിസ്സാരമായൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആളുകളാണ്, നിങ്ങളിൽ എത്ര പേർ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. പ്രകൃതി ദുരന്തങ്ങളല്ല ഉണ്ടാകുന്നത്, അതൊക്കെ പ്രകൃതി പ്രതിഭാസങ്ങൾ മാത്രമാണ്. പ്രകൃതിയെ അറിയാതെയുള്ള മനുഷ്യന്റെ കടന്നുകയറ്റമാണ് അതിനെ ദുരന്തമാക്കി മാറ്റുന്നത്. മനുഷ്യനിർമ്മിതമാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രകൃതി ദുരന്തവും അതിജീവനവും എന്ന സെമിനാർ പയ്യന്നൂർ കോളേജിൽ നടന്നു. TV രാജേഷ് MLA അധ്യക്ഷനായി. അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും ജനപ്രതിനിധികളും സെമിനാറിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിനും പ്രാദേശിക ജൈവികത നിലനിർത്തുന്നതിനും കേരള പരിസ്ഥിതി ശാസ്ത്ര കൌൺസിലിന്റെ ധനസഹായത്തോടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കേരളയുടെ സഹകരണത്തോടെയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ജീവനം പദ്ധതി നടപ്പാക്കുന്നത്. പ്രളയാനന്തര കേരളത്തിന്റെ നിർമ്മിതിയും കരുതലിനും ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകൃതി ദുരന്തവും അതിജീവനവും എന്ന സെമിനാർ സംഘടിപ്പിച്ചത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആമുഖ ഭാഷണം നടത്തി. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കീഴോത്ത്, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുഞ്ഞിരാമൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം A. നിശാന്ത്, പത്മനാഭൻ കാവുമ്പായി, K. രാമചന്ദ്രൻ മാസ്റ്റർ, TP നിർമ്മലാദേവി, VK നിഷ, സന്തോഷ്, അതുൽ മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറിന് ശേഷം ഡോക്ടർ മുരളി തുമ്മാരുകുടിയുമായി മുഖാമുഖവും നടന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കോൺക്രീറ്റ് ചെയ്തു നവീകരിച്ച പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,35,00,000 രൂപ ചിലവിലാണ് നവീകരിച്ചത്. റീടാർ ചെയ്യുന്നതിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു.
ആ ഒരു സാഹചര്യം പരിഗണിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്യണമെന്നൊരാവശ്യം ഉയർന്നു വന്നത്. ഈ വേദിയിലുള്ള പ്രിയങ്കരനായ ശ്രീ OV നാരായണനാണ് ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്യണം എന്നൊരാശയം MLA എന്ന നിലയിൽ എൻ്റെ മുന്നിൽ വെക്കുന്നു. അതിനെ തുടർന്നാണ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് അനുമതിക്ക് വേണ്ടി എഴുതി കൊടുക്കുകയും 1 കോടി രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കുകയും ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് D. വിമല അധ്യക്ഷയായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത, സംഘാടക സമിതി ചെയർമാൻ CO പ്രഭാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം R. അജിത, A. സുഹറാബി, KV കമലാക്ഷി, SV അബ്ദുൾ റഷീദ്, TP ഉഷ, OV നാരായണൻ, K. പത്മനാഭൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ആധാരം എഴുത്ത് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ K. ജനാർദ്ദനൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ടറ അധ്യക്ഷനായി. M. ബാലഗോപാലൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ രജിസ്ട്രാർ B. അജിത്ത് പ്രതിഭകളെ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ഉള്ള തൊഴിലിനെ സംരക്ഷിക്കുവാൻ കേരളത്തിലെ ആധാരമെഴുത്ത് തൊഴിലാളികൾ ഏതറ്റം വരെയും പോകുമെന്നും ആധാരമെഴുത്ത് തൊഴിൽ ലൈസൻസുള്ള ആധാരമെഴുത്തുകാർക്ക് മാത്രമായി സംവരണം ചെയ്യണമെന്നും അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അവർക്ക് മാത്രമായി നിജപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്നത് നമുക്ക് തീർച്ചയായും പരിഗണന കൊടുക്കേണ്ടത് ഒരു ആവശ്യമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ മേഖലയിലും അതിൻ്റെതായ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. പട്ടണങ്ങളിൽ ചുമട്ടുതൊഴിലാളികളുണ്ട്. ആ ചുമട്ടുതൊഴിലാളി ആ ചുമട്ട് എടുക്കാൻ ഏതെങ്കിലും ഒരാൾ ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്നാൽ ഏത് യൂണിയനായാലും അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല. ടാക്സി ആണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും യൂണിയൻ പ്രവർത്തനത്തിൽ നമുക്കും അറിയാം, ആ ക്രൈറ്റീരിയക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല. അത് അവരവരുടെ തൊഴിൽ സംരക്ഷണത്തിന്റെ ഭാഗമായി എന്താ പറയുക, അലിഖിതമായ ഒരു നിയമമാണ്. കേരളത്തിനകത്തുള്ള ഒരു വലിയ കീഴ്വഴക്കമായി അതങ്ങനെ പോവുക. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, P. വിജയകുമാർ, M. ഭാസ്കരൻ, TV ബാലകൃഷ്ണൻ, A. അൻസാർ, OM ദിനകരൻ, B. ദിവാകരൻ, V. ശങ്കരൻ നമ്പൂതിരി, MP. ഉണ്ണികൃഷ്ണൻ, KV കുഞ്ഞമ്പു പൊതുവാൾ, V. മാധവൻ നായർ, PP. കുഞ്ഞികൃഷ്ണൻ നായർ, KK കുമാർ, P. അരവിന്ദാക്ഷൻ, M. ബാലഗോപാലൻ, ബേബി ലത, AV സീമ, M. പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി A. അൻസാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരളത്തിന്റെ ഭൂപ്രകൃതി മാറ്റിമറിച്ചവയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ. മനുഷ്യരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനായി എത്തിയ ഇവ ഇന്ന് ഭീതി പരത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് റോഡിലിറങ്ങി എങ്ങോട്ട് നോക്കിയാലും ഒരു മണ്ണുമാന്തി യന്ത്രത്തെയെങ്കിലും കാണാം. അത്രയ്ക്ക് അവ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി കഴിഞ്ഞു. മനുഷ്യോദ്ധാനം ഏറെ ലഘൂകരിക്കുവാനും ജോലികൾ വളരെ വേഗം പൂർത്തിയാക്കുവാനും ഈ യന്ത്രങ്ങൾ വഹിച്ച പങ്ക് അത്ര ചെറുതല്ല. മനുഷ്യാധ്വാനത്തിന് പറ്റാത്തതും ശ്രമകരമായതുമായ ജോലികൾ വളരെ വേഗം തീർക്കാൻ ഈ യന്ത്രങ്ങൾക്ക് കഴിയുന്നുണ്ട്. നാളുകൾ കഴിയുന്തോറും പുതിയ പുതിയ രൂപത്തിലുള്ള സംവിധാനങ്ങളുള്ള യന്ത്രങ്ങൾ നിരത്തിലിറങ്ങി കഴിഞ്ഞു. എന്നാൽ മണ്ണ് വെറും വിൽപ്പനച്ചരക്കായതോടെ കുന്നുകളും മലകളും ഇടിച്ചു നിരത്തി പ്രകൃതിക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കുവാനും ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ഭൂമിയുടെ മാറുപിളർന്ന് നീരുറവകൾ വറ്റിച്ച് ഈ ഭീമൻ വാഹനങ്ങൾ നമ്മെ പേടിപ്പെടുത്തുകയാണ്. ഈ യന്ത്രങ്ങളാണ് വർത്തമാനകാലത്ത് നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതി പാടെ മാറുന്നതിൽ ഈ യന്ത്രങ്ങൾ വഹിച്ച പങ്ക് അത്ര ചെറുതല്ല. എവിടെ തിരഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന കവിയുടെ വരികൾ വർത്തമാനകാലത്ത് നമുക്ക് തിരുത്തേണ്ടി വരുന്നു. എവിടെ തിരഞ്ഞെന്ന് നോക്കിയാലും അവിടൊക്കെ ഭീമൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രം. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. മാടായിപ്പാറയിലെ ആൾമറയില്ലാത്ത കിണറുകൾ സഞ്ചാരികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഈ കിണറുകൾക്ക് സംരക്ഷണ ഭിത്തികളോ വേലികളോ ഇല്ല. അധികാരികൾക്കെതിരെ പ്രതിഷേധം ശക്തം. ചരിത്രപ്രസിദ്ധമായ മാടായിപ്പാറയിൽ കിഴക്കൻ ചെരുവിലെ ദാരികംകോട്ടയ്ക്ക് സമീപത്തായി അൾമറയില്ലാത്ത 6ഓളം കിണറുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പുരാതനമായ ഈ കിണറുകൾ സന്ദർശകർക്ക് വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. കണ്ണൊന്നു തെറ്റിയാൽ കിണറിൽ വീണ് വൻ ദുരന്തം വരെ സംഭവിക്കാൻ സാധ്യതയേറെയാണ്. നിരവധി പശുക്കളും വളർത്തുമൃഗങ്ങളും ഇതിനകം കിണറിൽ വീണ് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ആരും ഈ കിണറുകളെ അത്ര ഗൗരവത്തോടെ കാണുന്നില്ല.
കിണറുകളിൽ മരങ്ങൾ വളർന്ന് കാടുമൂടി കിടക്കുന്നുമുണ്ട്. കിണറുകൾ തിരിച്ചറിയാത്ത അവസ്ഥയിലുമാണ്. അപകട സാധ്യത ഏറെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ദിനംപ്രതി കോട്ട കാണാനും മറ്റും സന്ദർശകരെത്തുന്നുമുണ്ട്. കുട്ടികളുമായാണ് മിക്കവരും ഇവിടെ എത്തുന്നത്. മാടായിപ്പാറയിലെ കിഴക്കൻ ചെരുവിലെ അൾമറയില്ലാത്ത കിണറുകൾ സംരക്ഷണ ഭിത്തി കെട്ടിയോ വേലി കെട്ടിയോ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് സഞ്ചാരികൾ ഒന്നടങ്കം പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി 10 മുതൽ 13 വരെ നടക്കും. മുന്നോടിയായി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. ജനുവരി 10 മുതൽ 13 വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 12 രാത്രി 8 മണിക്ക് തിരുമുൽ കാഴ്ചയും തുടർന്ന് കാഴ്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിമരുന്ന് പ്രയോഗവും നടക്കും. ജനുവരി 10 രാത്രി 8 മണിക്ക് മെഗാ ഷോയും ജനുവരി 11 രാത്രി 8 മണിക്ക് കോറോം കാഴ്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം ആവിഷ്കാരം അവതരിപ്പിക്കുന്ന അക്ഷരങ്ങൾ നാടകവും അരങ്ങേറും. ജനുവരി 12 രാത്രി 8 മണിക്ക് തിരുമുൽ കാഴ്ചയും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നടക്കും. സമാപന ദിവസമായ ജനുവരി 13 രാത്രി 12 മണിക്ക് വിജയ ഫയർവർക്സിന്റെ നേതൃത്വത്തിൽ കരിമരുന്ന് പ്രയോഗവും നടക്കും. കരിവെള്ളൂർ തെരു ശ്രീ മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി 6, 7 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കരിവെള്ളൂർ തെരു ശ്രീ മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ജനുവരി 6 വൈകുന്നേരം 6 മണിക്ക് ശ്രീ മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ശ്രീ കുതിരക്കാളി ക്ഷേത്രത്തിലേക്ക് ദീപവും തിരിയും കൊണ്ടുകൂടലോടെ തുടക്കമാകും. തുടർന്ന് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റങ്ങൾ അരങ്ങേറും. രാത്രി 8 മണിക്ക് പാലന്തായി കണ്ണൻ ഡ്രാമാറ്റിക് വിൽക്കലാമേള ഉണ്ടാകും. ജനുവരി 7 രാവിലെ മുതൽ കുണ്ടോറ ചാമുണ്ടി, പടവീരൻ, ചൂളിയാർ ഭഗവതി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. വൈകുന്നേരം 3 മണിക്ക് മൂവാളംകുടി ചാമുണ്ടിയുടെ പുറപ്പാട്. തുടർന്ന് ഗുളികൻ, പിന്നീട് തുലാഭാരം, അന്നദാനം എന്നിവയും ഉണ്ടായിരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മാധ്യമസമ്മേളനത്തിൽ എ കുഞ്ഞിരാമൻ, മേജർ ബാലകൃഷ്ണൻ, കെ വി പ്രശാന്ത്, പി കുഞ്ഞികൃഷ്ണൻ, ടി വി വിശ്വനാഥൻ, എ വി മാധവൻ തുടങ്ങിയവർ അറിയിച്ചു. ഇനി മാറ്റൊലി. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിനെ തുടർന്ന് തന്ത്രി ശുദ്ധിക്രിയകൾ നടത്തി. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. അവിടെ സ്ത്രീ ശബരിമലയിൽ കയറി എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ തന്ത്രി അത് നടയടച്ചിട്ട് ഒരു പൂജ നടത്തി. അങ്ങനെയാ പിന്നെ ഓരോരാൾ കയറുമ്പോൾ പൂജ നടത്തണ്ടേ. 2 സ്ത്രീകൾ കയറിയപ്പോൾ ഇന്നലെ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, 2 സ്ത്രീകൾ കയറിയപ്പോൾ നടയടച്ചിട്ട് ശുദ്ധികലശം നടത്തി. പിന്നെ ഒരു സ്ത്രീ കയറി എന്ന് പറയുന്നു. അപ്പോൾ അതിന് നടയടച്ചിട്ടുള്ള പൂജയും ശുദ്ധികലശവും ഒന്നും ഉണ്ടായി. ഇത് വളരെ മോശമായിട്ടുള്ളൊരു നടപടിയാണ്. ഇപ്പോൾ നാട് നിങ്ങളെ എത്ര നമ്മളെ ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ പാർട്ടി ഓഫീസുകളും അതുപോലെ KSRTC ബസ്സും എത്ര അടിച്ചു തകർത്തു, എത്ര ആൾ പരിക്കേറ്റ് കിടക്കുന്ന ഇപ്പം കുത്തിയും വെട്ടിയും ഇതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു രീതി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശരിയായ ഇടപെടലുകൾ ഇല്ലാത്തതുകൊണ്ടാണ് അണികളിങ്ങനെ അക്രമ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നതെന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം എന്ത് അക്രമം കാണിച്ചാൽ തന്നെ നേതൃത്വം ഇവരെ സംരക്ഷിക്കാനും ഇവരെ കേസുകൾ കൈകാര്യം ചെയ്യാനും ഉള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. ഈ അക്രമകാരികളെ ഒറ്റപ്പെടുത്താൻ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും തയ്യാറാകുന്നതെന്നാണ് ഈ അക്രമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു പരിഹാരമല്ല. അക്രമം എല്ലാ പാർട്ടിക്കാരും ഉപേക്ഷിക്കണം. മതമായാലും പാർട്ടി ആയാലും ഉപേക്ഷിക്കേണ്ട. അക്രമം കൊണ്ട് ഒന്നും നേടാനില്ല. സമാധാനത്തോടെയുള്ള ചർച്ചകളും അതോടുള്ള ബന്ധങ്ങളുമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നത്. ഇനി അറിയിപ്പുകൾ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് നിയമിക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജനുവരി 7 രാവിലെ 10 മണിക്ക് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ കൂടിക്കാഴ്ചയിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ലാബ് ടെക്നീഷ്യൻ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ, സെക്യൂരിറ്റി സ്റ്റാഫ്, കൗണ്ടർ സ്റ്റാഫ് എന്നീ തസ്തികകളിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവവും അനുബന്ധ പരിപാടികളുടെ ഭാഗമായി തെയ്യവും തിരശീലയും പ്രത്യേക പരിപാടി ജനുവരി 6 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടക്കും. കണ്ടങ്ങാളി പടോളിത്തറവാട് പുനഃപ്രതിഷ്ഠാകർമ്മം ജനുവരി 7 തിങ്കളാഴ്ച രാവിലെ 9:30-നും 10:10-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കും. പരിയാരം ശ്രീ ഉദയപുരം ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി 5 മുതൽ 8 വരെ നടക്കും.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുതാഴം ഹനുമാരമ്പലത്തിന് സമീപം പ്രവർത്തിക്കുന്ന RSS കാര്യാലയമായ വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന് തീയിട്ടു. രാത്രി 2 മണിയോടെയായിരുന്നു ആക്രമണം. കുറ്റൂർ കണ്ണങ്ങാട്ട് പരിസരത്ത് വീട് കുത്തി തുറന്നു മോഷണം. SV ഷാഫിയുടെ വീട്ടിൽ നിന്നും 20 പവനും 57,000 രൂപയും മോഷണം പോയി. സിറിയയിലും കാബൂളിലുമൊക്കെ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നവരെക്കാളേറെയാണ് കേരളത്തിലെ റോഡുകളിൽ ഓരോ വർഷവും പൊലിയുന്നത് എന്ന് ഐക്യരാഷ്ട്രസഭ ദുരന്ത ലഘൂകരണ വിഭാഗം മേധാവി ഡോക്ടർ മുരളി തുമ്മാരുകുടി. കാത്തിരിപ്പിന് വിരാമം. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് തുറന്നു. ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറയിലെ ആൾമറയില്ലാത്ത കിണറുകൾ സഞ്ചാരികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ഈ കിണറുകൾക്ക് സംരക്ഷണ ഭിത്തികളോ വേലികളോ ഇല്ല. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.